കൺട്രോൾ എ, കൺട്രോൾ ബി, കൺട്രോൾ സി തുടങ്ങി കൺട്രോൾ സെഡ് വരെയുള്ള 25 എക്സൽ ഷോർട്ട് കട്ട്സുകൾ ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് അഥവാ അവയുടെ യൂസ് എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. 26 ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് 25 ഷോർട്ട് കട്ട്സ് എന്നതിൻ്റെ കാരണം ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവയിൽ ചില ഷോർട്ട് കട്ട്സിന്, അതായത് കൺട്രോൾ എ, കൺട്രോൾ ടി പോലെയുള്ള ഷോർട്ട് കട്ട്സിന് ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. അവയും ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തൊരു സെല്ലിൻ്റെ അല്ലെങ്കിൽ സെല്ലുകളുടെ കറൻറ്റ് റീജിയൻ സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ സെല്ല് ഞാൻ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ എ. നോക്കുക, ഈ സെല്ലിൻ്റെ കറൻറ്റ് റീജിയൻ സെലക്ട് ചെയ്യപ്പെട്ടു. അതായത് ഈ സെല്ലിനോട് ചേർന്ന് കിടക്കുന്ന ഡേറ്റയുള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടു. വീണ്ടും ഈ സെല്ലുകളുടെ കറൻറ്റ് റീജിയൻ സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ വർക്ക്ഷീറ്റ്, അതായത് ഒരു വർക്ക്ഷീറ്റിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെടും. കൺട്രോൾ എ, കറൻറ്റ് റീജിയൻ സെലക്ട് ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ തവണ കൺട്രോൾ എ ഉപയോഗിക്കുമ്പോൾ എൻറ്റയർ വർക്ക്ഷീറ്റ്, അതായത് ഈ വർക്ക്ഷീറ്റിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം. അതേസമയം ഡേറ്റയൊന്നും ഇല്ലാത്ത സെല്ലുകളാൽ ചുറ്റപ്പെട്ട, അതായത് ബ്ലാങ്ക് സെല്ലുകളാൽ ചുറ്റപ്പെട്ട ഒരു സെല്ല് സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻറ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യപ്പെടുന്നത് കാണാം. കൺട്രോൾ എ, എൻറ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യപ്പെട്ടു. കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ടിൻ്റെ രണ്ടാമത്തെ ഉപയോഗം, ഈ വർക്ക്ഷീറ്റിലെ ഒബ്ജക്ട്സ് നോക്കുക. ഇവിടെ ഒരു എക്സൽ ചാർട്ട്, 3 ഐക്കൺസ്, ഒരു പിക്ചർ, ഒരു ഷേപ്പ് എന്നിവ കാണാം. ഇനി ഈ വർക്ക്ഷീറ്റിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഒബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. നോക്കുക, ഈ വർക്ക്ഷീറ്റിലെ എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം. കൺട്രോൾ എ, വീണ്ടും ഈ വർക്ക്ഷീറ്റിലെ എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ചെയ്യപ്പെട്ടു. സെല്ലുകൾക്ക് ബോൾഡ് ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും കൺട്രോൾ ബി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ കോളം ഹെഡേഴ്സിന് ബോൾഡ് ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ബി, വീണ്ടും കൺട്രോൾ ബി. ഇനി ബോൾഡ് ഫോർമാറ്റിംഗ് റിമൂവ് ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ പി. ഡേറ്റയെ കോപ്പി ചെയ്യാനാണ് കൺട്രോൾ സി എന്ന ഷോർട്ട് കട്ട്. ഈ കാണുന്ന ടേബിളിനെ മറ്റൊരിടത്തേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ സി. നോക്കുക, സെലക്ട് ചെയ്ത സെല്ലുകൾക്ക് ചുറ്റും ഒരു മൂവിംഗ് ബോർഡ് വന്നാൽ കാണാം. ഈ സെല്ലുകൾ കോപ്പി ചെയ്യപ്പെട്ടു എന്നാണ് ഈ മൂവിംഗ് ബോർഡ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ടേബിൾ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക, കൺട്രോൾ വി. അതായത് കോപ്പി ചെയ്ത ഡേറ്റയെ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ വി. വീണ്ടും കൺട്രോൾ വി. ഇതേ രീതിയിൽ ഒബ്ജക്ട്സിനെ നമുക്ക് കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും സാധിക്കും. ഈ പിക്ചർ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ സി. ഇനി എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക, കൺട്രോൾ വി. വീണ്ടും കൺട്രോൾ വി, കൺട്രോൾ സി, കൺട്രോൾ വി. കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ടിന് 2 ഉപയോഗങ്ങളുണ്ട്. ഒന്നിലധികമോ സെല്ലുകളുള്ള ഡേറ്റ താഴോട്ടുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ സെല്ല് നോക്കുക, ഈ സെല്ലിൽ ഒരു ഫോമുലയാണുള്ളത്. ഈ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ല് ഉൾപ്പെടെ താഴോട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കൺട്രോൾ ടി. നോക്കുക, ആദ്യത്തെ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഈ 2 സെല്ലുകളിലെ ഡേറ്റ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ 2 സെല്ലുകൾ ഉൾപ്പെടെ താഴോട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ടി. കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ടിൻ്റെ രണ്ടാമത്തെ ഉപയോഗം, ചാർട്ട്, പിക്ചർ, ഐക്കോൺ പോലെയുള്ള ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. അഥവാ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ എക്സൽ ചാർട്ടിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ ടി. വീണ്ടും കൺട്രോൾ ടി. കൺട്രോൾ ഇ ഫ്ലാഷ് ഫിൽ എന്ന എക്സൽ ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ്. ഈ കാണുന്ന എല്ലാ പേരുകളെയും അപ്പർ കേസിലേക്ക് മാറ്റാനായിട്ട്, അതായത് ഈ പേരുകളിലെ എല്ലാ അക്ഷരങ്ങളെയും വലിയക്ഷരങ്ങളാക്കി മാറ്റാനായിട്ട് ആദ്യത്തെ പേരിനെ വലിയക്ഷരത്തിൽ ടൈപ്പ് ചെയ്യുന്നു,
എൻ്റർ, കൺട്രോൾ ഇ. ബാക്കിയുള്ള എല്ലാ സെല്ലുകളും അതേ പാറ്റേണിൽ ഫില്ല് ചെയ്യപ്പെട്ടത് കാണാം. പേരുകളെ ലോവർ കേസിലേക്ക് മാറ്റാനായിട്ട് കൺട്രോൾ ഇ. ഇനി ഈ കാണുന്ന മെയിൽ ഐ ഡികളിൽ നിന്ന് യൂസർ നെയിം മാത്രമായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ മെയിൽ ഐ ഡിയിലെ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ, കൺട്രോൾ ഇ. എക്സലിലെ ഫൈൻഡ് എന്ന ടൂൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് കൺട്രോൾ എഫ് എന്ന ഷോർട്ട് കട്ട്. കൺട്രോൾ എഫ് പ്രസ് ചെയ്യുന്നു. നോക്കുക, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സിലെ ഫൈൻഡ് എന്ന ടാബ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു സംഖ്യ ഈ വർക്ക് ഷീറ്റിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് ആലപ്പി എന്ന വാക്ക് ഈ വർക്ക് ഷീറ്റിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈ ഇൻപുട്ട് ബോക്സിൽ ആലപ്പി എന്ന് ടൈപ്പ് ചെയ്യുക. ഫൈൻഡ് ഓൾ. നോക്കുക, ആലപ്പി എന്ന വാക്ക് ഈ വർക്ക് ഷീറ്റിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റാണിത്. അടുത്തത് കൺട്രോൾ ജി. എക്സലിൽ ഗോ ടു ഡയലോഗ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ജി. നോക്കുക, ഗോ ടു ഡയലോഗ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്ക് ഷീറ്റിലെ ഏതൊരു സെല്ലിലേക്കും അല്ലെങ്കിൽ ഈ വർക്ക് ബുക്കിലെ ഏതൊരു വർക്ക് ഷീറ്റിലേക്കും വളരെ പെട്ടെന്ന് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. 1000. ഓക്കെ. നോക്കുക, ഈ വർക്ക് ഷീറ്റിലെ 1000 എന്ന സെല്ലിലേക്ക് കൺട്രോൾ വന്നാൽ കാണാം. കൺട്രോൾ ജി, B3. ഓക്കെ. നോക്കുക, കൺട്രോൾ B3 എന്ന സെല്ലിലേക്ക് വന്നാൽ കാണാം. എക്സലിൽ റീപ്ലേസ് എന്ന ടൂൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് കൺട്രോൾ H എന്ന ഷോർട്ട് കട്ട്. കൺട്രോൾ H. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സിലെ റീപ്ലേസ് എന്ന ടാബ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഈ വർക്ക് ഷീറ്റിലെ ഏതെങ്കിലും ഒരു വാക്കിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യയെ നമ്മൾക്ക് ആവശ്യമുള്ളൊരു വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് റീപ്ലേസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് കൊച്ചിൻ എന്ന വാക്കിനെ എറണാകുളം എന്ന വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് കൊച്ചിൻ റീപ്ലേസ് വിത്ത് എറണാകുളം. ഈ വർക്ക് ഷീറ്റിൽ എവിടെയൊക്കെ കൊച്ചിൻ എന്ന വാക്ക് വന്നിട്ടുണ്ടോ ആ വാക്കുകളെല്ലാം എറണാകുളം എന്ന വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഈ വർക്ക് ഷീറ്റിൽ 4 സ്ഥലങ്ങളിലാണ് കൊച്ചിൻ എന്ന വാക്കുണ്ടായിരുന്നത്. അവയെല്ലാം തന്നെ എറണാകുളം എന്ന വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. സെല്ലുകൾക്ക് ഇറ്റാലിക് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനും റിമൂവ് ചെയ്യാനുമുള്ളതാണ് കൺട്രോൾ I എന്ന ഷോർട്ട് കട്ട്. ഈ കോളം ഹെഡേഴ്സിന് ഇറ്റാലിക് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ I. കൺട്രോൾ I. ഇനി ഇറ്റാലിക് ഫോമാറ്റ് റിമൂവ് ചെയ്യാനായിട്ട് വീണ്ടും സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ I. അടുത്തത് കൺട്രോൾ J. ഈ സെല്ലിലെ ഡേറ്റ നോക്കുക. ഇവിടെ 4 വരികളിലായിട്ട് 4 വാക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാം. ലൈൻ ബ്രേക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഡേറ്റയെ നമ്മൾ പല വരികളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ലൈൻ ബ്രേക്കിനെ മറ്റേതെങ്കിലും ക്യാരക്ടർ കൊണ്ട് റീപ്ലേസ് ചെയ്ത് ഈ വാക്കുകളെ ഒരൊറ്റ വരിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ H. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഫൈൻഡ് വാട്ട്. ഈ ഇൻപുട്ട് ബോക്സിൽ കൺട്രോൾ J എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. നോക്കുക, ഇവിടെ ഒരു ചെറിയ ലൈൻ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ലൈൻ ബ്രേക്കിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്തത് റീപ്ലേസ് വിത്ത്. ഇവിടെ കോമ ഉപയോഗിക്കുന്നു. കോമ. റീപ്ലേസ് ഓൾ. നോക്കുക, വാക്കുകൾക്കിടയിലുണ്ടായിരുന്ന ലൈൻ ബ്രേക്ക് കോമ കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അവയെല്ലാം ഒരു വരിയിലേക്ക് വന്നാൽ കാണാം. അടുത്തത് കൺട്രോൾ K എന്ന ഷോർട്ട് കട്ട്. ഒരു സെല്ലിൽ അല്ലെങ്കിൽ സെല്ലുകളിൽ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് കൺട്രോൾ K എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈ കാണുന്ന സെല്ലിൽ ഒരു വെബ് പേജിലേക്കുള്ള ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ K. നോക്കുക, ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഇനി വെബ് പേജിൻ്റെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. excelencat.com. ഓക്കെ. ഇനി ഈ വാക്കിന് മുകളിലേക്ക് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ പോയിൻ്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ആ സെല്ലിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്ത വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യപ്പെട്ടു. ഇനി ഈ ഹൈപ്പർ ലിങ്ക് എഡിറ്റ് ചെയ്യണമെങ്കിലും നേരത്തെ ഉപയോഗിച്ച അതേ ഷോർട്ട് കട്ട് തന്നെ ഉപയോഗിക്കാം. കൺട്രോൾ K. എഡിറ്റ് ഹൈപ്പർ ലിങ്ക്. excelencat.com പകരം google.com എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, ഗൂഗിളിൻ്റെ വെബ് പേജ് ഓപ്പൺ ചെയ്യപ്പെട്ടത് കാണാം.
ഒരു ഡേറ്റ റേഞ്ചിനെ എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് എക്സലിൽ 2 ഷോർട്ട് കട്ട്സ് ആണുള്ളത്. അതിൽ അധികം ആർക്കും അറിയാത്ത ഷോർട്ട് കട്ടാണ് Ctrl-L. ഈ ഡേറ്റ റേഞ്ചിനെ ഒരു എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് ഇതിലേതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. Ctrl-L. നോക്കുക, ക്രിയേറ്റ് ടേബിൾ എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ റേഞ്ച് ഒരു എക്സൽ ടേബിളായിട്ട് മാറി. ഡേറ്റയെ എക്സൽ ടേബിളാക്കി മാറ്റുന്നത് കൊണ്ടുള്ള 10 പ്രയോജനങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് വളരെ പെട്ടെന്നൊന്ന് കാണിക്കാം. പുതിയൊരു കോളം ആഡ് ചെയ്യാനായിട്ട് ടോട്ടൽ എൻ്റർ. എക്സൽ ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫോർമുല ആ കോളത്തിലെ എല്ലാ സെല്ലുകളിലും അപ്ലൈ ചെയ്യപ്പെടും. ഉദാഹരണത്തിന് യൂണിറ്റ്സിനെ പ്രൈസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈക്വൽ യൂണിറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ സെല്ലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോർമുല ഈ കോളത്തിലെ എല്ലാ സെല്ലുകളിലും അപ്ലൈ ചെയ്യപ്പെട്ടത് കാണാം. എക്സൽ 2021 വരെയുള്ള എക്സലിൻ്റെ ഒരു വേർഷനിലും Ctrl-M എന്ന ഷോർട്ട് കട്ട് ഒരു എക്സൽ ഫീച്ചറിന് വേണ്ടിയോ അല്ലെങ്കിൽ എക്സൽ ടൂളിന് വേണ്ടിയോ അസൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. അടുത്തത് Ctrl-N എന്ന ഷോർട്ട് കട്ട്. പുതിയൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് Ctrl-N എന്ന ഷോർട്ട് കട്ട്. Ctrl-N. നോക്കുക, പുതിയൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും Ctrl-N. ആക്റ്റീവ് വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് Ctrl-W. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു എക്സൽ ഫയലിനെ ഓപ്പൺ ചെയ്യാനായിട്ട് Ctrl-O. നോക്കുക, എക്സലിൻ്റെ ഓപ്പൺ ഡയലോഗ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ് Ctrl-O എന്ന ഷോർട്ട് കട്ട്. നമ്മൾക്ക് ആവശ്യമുള്ള ഫയൽ ലൊക്കേറ്റ് ചെയ്യുക. ഓപ്പൺ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യപ്പെട്ടത് കാണാം. ഈ വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ Ctrl-W. അടുത്തത് Ctrl-P. ഒരു വർക്ക്ഷീറ്റിലെ ഡേറ്റയെ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് Ctrl-P എന്ന ഷോർട്ട് കട്ട്. Ctrl-P. നോക്കുക, പ്രിൻറ്റ് പ്രിവ്യൂ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഈ ഡേറ്റ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തിരിച്ച് വർക്ക്ഷീറ്റിലേക്ക് പോകാനായിട്ട് ഈ ലെഫ്റ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ വർക്ക്ഷീറ്റിൽ നമ്മൾക്ക് ആവശ്യമുള്ളൊരു പോർഷൻ മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതിയെങ്കിൽ, ഉദാഹരണത്തിന് ഈ കാണുന്ന പോർഷൻ പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. Ctrl-P. പ്രിൻ്റ് ആക്റ്റീവ് ഷീറ്റ്സിന് പകരം പ്രിൻ്റ് സെലക്ഷൻ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ പ്രിവ്യൂവിൽ വന്നാൽ കാണാം. ഇനി ഈ കാണുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഹാർഡ് കോപ്പി ആയിട്ടാണോ PDF ആയിട്ടാണോ പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ശേഷം പ്രിൻ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ്. സേവ്. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ഒരു PDF ഫയലായിട്ട് മാറിയത് കാണാം. എക്സലിലെ ക്വിക്ക് അനാലിസിസ് എന്ന ടൂൾ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ് Ctrl-Q എന്ന ഷോർട്ട് കട്ട്. ഈ സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. Ctrl-Q. നോക്കുക, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എക്സലിൽ ഡേറ്റ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന നിരവധി ടൂളുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടൂൾ ബോക്സ് ആണിത്. ഫോർമാറ്റിംഗ് എന്ന ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാനുള്ള ടൂളുകൾ കാണാം. ചാർട്ട്സ്. ഈ ബട്ടണിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ടോട്ടൽസ്. സം, ആവറേജ്, കൗണ്ട്, പെർസെൻറ്റേജ് ടോട്ടൽ. അതായത് സമ്മും ആവറേജും കൗണ്ടൊന്നും കാണാനുള്ള ഫോർമുല നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല ഓട്ടോമാറ്റിക്കലി എൻറ്റർ ചെയ്യപ്പെടും. അടുത്തത് ടേബിൾസ്. സെലക്ട് ചെയ്ത ഡേറ്റയിൽ നിന്ന് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. സ്പാർക്ക് ലൈൻസ്. കോളം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ഡേറ്റയിൽ നിന്ന് സ്പാർക്ക് ലൈൻ ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. അടുത്തത് Ctrl-R എന്ന ഷോർട്ട് കട്ട്. ഒരു സെല്ലിലുള്ള അല്ലെങ്കിൽ സെല്ലുകളിലുള്ള ഡേറ്റയെ വലതുവശത്തേക്ക് കോപ്പി ചെയ്യാനായിട്ടാണ് Ctrl-R എന്ന ഷോർട്ട് കട്ട്. ഉദാഹരണത്തിന് ഈ സെല്ലിൽ തൊട്ട് മുകളിലത്തെ 2 സംഖ്യകളെ തമ്മിൽ ആഡ് ചെയ്യാനുള്ള ഫോർമുല ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ I3 + I4. എൻ്റർ. ഇനി ഈ സെല്ലിലെ ഫോർമുല വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ല് ഉൾപ്പെടെ വലതുവശത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. Ctrl-R. നോക്കുക, ആദ്യത്തെ സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്ത ഫോർമുല വലതുവശത്തുള്ള സെല്ലുകളിൽ കോപ്പി ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഈ കാണുന്ന സെല്ലുകളിലുള്ള ഡേറ്റ വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ ഉൾപ്പെടെ വലതുവശത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. Ctrl-R. ഒരു വർക്ക് ബുക്കിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ സേവ് ചെയ്യാനുള്ളതാണ് Ctrl-S എന്ന ഷോർട്ട് കട്ട്. Ctrl-S എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോൾ നോക്കുക, വർക്ക് ബുക്ക് സേവ് ചെയ്യപ്പെട്ടത് കാണാം. അതേസമയം ഒരു പുതിയ വർക്ക് ബുക്കിലാണ് നമ്മൾ ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ പുതിയൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് Ctrl-N. ഈ വർക്ക് ബുക്കിൽ Ctrl-S എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോക്കുക, സേവ് ആസ് എന്ന ഡയലോഗ് ബോക്സ് ആണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുക.
ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്ക് ബുക്കിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള പേരിൽ ഇഷ്ടമുള്ള ലൊക്കേഷനിൽ സേവ് ചെയ്യാവുന്നതാണ്. ഈ വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് Ctrl W. അടുത്തത് Ctrl T. ഒരു ഡേറ്റ റേഞ്ചിനെ എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് 2 ഷോർട്ട് കട്ട്സാണ് എക്സലിലുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ടു, Ctrl L. രണ്ടാമത്തെ ഷോർട്ട് കട്ട് Ctrl T. ഈ ഡേറ്റ റേഞ്ചിനെ ഒരു എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് ഇവയിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, Ctrl T. ക്രിയേറ്റ് ടേബിൾ എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ റേഞ്ച് ഒരു എക്സൽ ടേബിളായിട്ട് മാറിയത് കാണാം. ടേബിൾ 1. സെല്ലുകൾക്ക് അണ്ടർലൈൻ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും ഉള്ളതാണ് Ctrl U എന്ന ഷോർട്ട് കട്ട്. ഈ കോളം ഹെഡേഴ്സിന് അണ്ടർലൈൻ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, Ctrl U. നോക്കുക, ടെക്സ്റ്റിന് താഴെ ഒരു ലൈൻ വന്നാൽ കാണാം, Ctrl U. ഇനി അണ്ടർലൈൻ റിമൂവ് ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുക, Ctrl U. ആക്റ്റീവ് വർക്ക് ബുക്കിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് Ctrl W എന്ന ഷോർട്ട് കട്ട്, Ctrl W. വർക്ക് ബുക്കിൽ നമ്മൾ ഇതുവരേക്കും വരുത്തിയ മാറ്റങ്ങൾ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഡയലോഗ് ബോക്സ് ആകും വരിക. മോഡിഫിക്കേഷൻസ് സേവ് ചെയ്യണമെങ്കിൽ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡോണ്ട് സേവ്. നോക്കുക, വർക്ക് ബുക്ക് മാത്രമാണ് ക്ലോസ് ചെയ്യപ്പെട്ടത്. എക്സൽ ഇപ്പോഴും ആക്റ്റീവാണ്. വർക്ക് ബുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് ഫയൽ, റീസെൻ്റ് എന്ന ടാബിൽ നിന്ന് വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുക. ഡേറ്റയെ കട്ട് ചെയ്യാനുള്ളതാണ് Ctrl X എന്ന ഷോർട്ട് കട്ട്. ഈ കാണുന്ന ഡേറ്റയെ ഇവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, Ctrl X. ഇനി എവിടേക്കാണോ ഡേറ്റയെ മൂവ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക, Ctrl V. വീണ്ടും ഈ കാണുന്ന ഡേറ്റയെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് Ctrl X, Ctrl V. എക്സലിൽ നമ്മൾ ചെയ്തൊരു ആക്ഷൻ അൺഡു ചെയ്യാനുള്ളതാണ് Ctrl Z എന്ന ഷോർട്ട് കട്ട്, Ctrl Z. നോക്കുക, തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ആക്ഷൻ അൺഡു ചെയ്യപ്പെട്ടു. വീണ്ടും Ctrl Z. നോക്കുക, വീണ്ടും നമ്മൾ ചെയ്ത പ്രവൃത്തി അൺഡു ചെയ്യപ്പെട്ടു. അൺഡു ചെയ്ത ആക്ഷനെ റീഡു ചെയ്യാനായിട്ടാണ് Ctrl Y എന്ന ഷോർട്ട് കട്ട്, Ctrl Y. നോക്കുക, അൺഡു ചെയ്ത ആക്ഷൻ റീഡു ചെയ്യപ്പെട്ടു. വീണ്ടും Ctrl Y. വീണ്ടും അൺഡു ചെയ്ത ആക്ഷൻ റീഡു ചെയ്യപ്പെട്ടു. 200-ലധികം കീബോർഡ് ഷോർട്ട് കട്ടുകളുണ്ട് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന പ്രോഗ്രാമിൽ. എക്സൽ പഠിച്ചു തുടങ്ങിയവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന ഷോർട്ട് കട്ടുകൾ. എക്സൽ ഏറ്റവും പ്രധാനപ്പെട്ട 25 ഷോർട്ട് കട്ടുകൾ തുടങ്ങി എക്സൽ ഷോർട്ട് കട്ട്സിനെ കുറിച്ച് വേറെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.